സോ ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് സർജറി കഴിഞ്ഞിട്ട് 34 ദിവസമായി. അപ്പോൾ ഇന്നാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് കൺസൾട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഗൈഡ് അവസ്ഥ. അപ്പോൾ ഇന്ന് പോയി കൺസൾട്ട് ചെയ്തിട്ട് എക്സ്റേ എടുത്ത് നോക്കും. എല്ലൊക്കെ ജോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കയ്യിലെ കമ്പി അഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന് പോയിട്ട് എക്സ്റേ എടുത്ത് നോക്കിയാൽ എന്താണെന്ന് അറിയാൻ പറ്റും. ബസ് വന്ന് ടാറ്റ. അപ്പോൾ എങ്ങനെയൊക്കെ ഓടിച്ചാടി പിടിച്ച് ബസ് കയറി ബസ്സിൽ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കണമെങ്കിൽ അധികം തിരക്കൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബസ്സിലെ ഉറങ്ങിപ്പോയി. ഉറങ്ങിയതിൻ്റെ കോലമാണ് ഇതൊക്കെ. അങ്ങനെ ജൂബിലി ഹോസ്പിറ്റലിൽ 2000 years later. ഹേ ഗൈസ്, അപ്പോൾ കൺസൾട്ടേഷൻ കഴിഞ്ഞ് പിന്നെ അത് വീണ്ടും ഫിംഗർ പ്രിൻറ്റ് ഇട്ടുണ്ട്. പക്ഷെ കമ്പി എടുത്തു. ഞാൻ പോയതും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് കമ്പി എടുക്കണേ നമുക്ക് എന്തെന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് കമ്പി എടുക്കണമെന്ന് ചോദിച്ചോ, ഇപ്പം തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. നേരെ പ്ലാസ്റ്റർ റൂമിൽ പോയി. അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട് തരിപ്പിക്കണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ തരിപ്പിക്കണമൊന്നുമില്ലെന്ന്. നേരെ വന്ന് ഒരു കട്ടിംബ്ലെയർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. നേരെ അതെടുത്ത് ഫ്രണ്ടിലത്തെ 2 കമ്പി ഉണ്ടായിരുന്നു. രണ്ടും സിമ്പിളായിട്ട് കൂളായിട്ട് ഊരി. അത് ഊരിയപ്പോൾ തന്നെ എനിക്ക് തലയിറക്കം വന്നു. ഞാൻ എന്നിട്ട് അവിടെ കിടന്നു. അതുകൊണ്ടാട്ടോ വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അല്ലാതാണെങ്കിൽ എല്ലാം സെറ്റായിട്ട് വീഡിയോ എടുത്തേനെ. തലയിറങ്ങി അവിടെ കിടന്ന് ഒരു 10 മിനിറ്റ് അവിടെ കിടന്ന് എന്നിട്ടൊക്കെയാണ് എണീറ്റ് വന്നത്. എന്തായാലും കമ്പി ഊരി. ഈ കമ്പിയൊന്നുമില്ല, ഇത് ഇട്ടുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ എല്ലാം സെറ്റാവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി 3 ദിവസം കൂടി കഴിഞ്ഞിട്ട് എല്ലാം ശരിയാവും. പിന്നെ മടക്കാൻ പറ്റണത് അടുത്ത ആഴ്ചയ്ക്കാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഞാൻ അടുത്ത ആഴ്ച ഒന്നുകൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു എപ്പോഴാണ് മടക്കാൻ പറ്റുകയെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇനി അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യണം. എന്തായാലും കമ്പി ഊരിയിട്ടുണ്ട്. പ്രോഗ്രസ് ഉണ്ട്. അപ്പം ഇനി 1-2 ആഴ്ചയും കൂടി കഴിഞ്ഞാൽ പിന്നെ വിരല് മടക്കാൻ ശ്രമിക്കാൻ തുടങ്ങാം. ഫിക്സ് ചെയ്ത് തുടങ്ങേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെ ഈ അടുത്ത് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കാം. ഓക്കെ, തരാം. ഏതാ സ്ഥലം എന്നാ പറഞ്ഞു? തൃശ്ശൂർ റൗണ്ട് എന്താ പറയുന്നത്? വാക്കിംഗ് ബ്രിഡ്ജാ. ബസ് കയറി സ്ഥലം ഇറങ്ങുന്നതുകൊണ്ട് നാരകമിട്ടായി വാങ്ങിയിട്ടൊക്കെ പോകാം. നേരെ ബസ് കയറി നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി എന്തായാലും ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഡോക്ടറിനെ കാണാൻ പറ്റാം. നേരെ വീട്ടിലോട്ടുള്ള ബസ്സാണ്.